നമ്മുടെ പിണറായി സാർ വരുന്ന കാര്യം ഓക്കെ എനിക്ക് അറിയായിരുന്നു. അപ്പോൾ ടീമേട്ടൻ പറഞ്ഞു നമുക്ക് ബ്ലാക്ക് ഇടാം, ഞാനും ബ്ലാക്ക് തന്നെ ആയിരിക്കും. അയ്യോ ബിനീഷേട്ടന് ഞാനും അല്ല, ബിനീഷേട്ടൻ വേറൊരു പെൺകുട്ടിയായിട്ടാണ് കല്യാണമായിട്ടിരിക്കുന്നത്. ബിനീഷ് കൊട്ടാരം നശിപ്പിച്ചു, ഹണി റോസിനെ ഒന്ന് വെല്ലുവിളി അങ്ങനെയൊക്കെ. അതൊക്കെ അതുപോലെ എനിക്ക് കല്യാണമായി കഴിഞ്ഞാലും ഞാൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ അറിയിച്ചിട്ടേ ഞാൻ എൻ്റെ ബന്ധുക്കളെ അറിയിക്കും. ബിനീഷേട്ടൻ്റെ കൂടെയുള്ള അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? സ്റ്റാർ മാജിക് നല്ല വിശേഷമാണ്. സ്റ്റാർ മാജിക് 6 വർഷമായിട്ട് നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ, ക്രിസ്മസ് എപ്പിസോഡ് ഇന്നലെ ആയിരുന്നു ഷൂട്ട് ചെയ്ത. അതെ, അടിപൊളി എപ്പിസോഡായിരുന്നു, കൊള്ളാം, നല്ല എപ്പിസോഡായിരുന്നു, എല്ലാവരും കാണണം. ഉണ്ട്, അതെ, സർപ്രൈസ് ഉണ്ട്. സൂസു അല്ല, സുരഭി സുഹാസിനി. അതെ, സൂസു ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മല്ലിയമ്മയ്ക്ക് ഹെൽത്തിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ മാർച്ചിൽ തുടങ്ങും എന്ന് പറയുന്നുണ്ട്. തുടങ്ങിയാൽ നല്ലതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിന് കറുപ്പ് ഡ്രസ് ഇട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അത് ഞാൻ അറിഞ്ഞായിരുന്നു. എന്നോട് ആരും ഞാൻ ഈ കാര്യം മറന്നിരിക്കുകയായിരുന്നു. ഇങ്ങനെ അവിടെ നമ്മുടെ പിണറായി സാർ വരുന്ന കാര്യം ഓക്കെ എനിക്ക് അറിയായിരുന്നു. അന്ന് ആ ടൈമിലാണ് അറിയുന്നത്. ഞാൻ രാവിലെയാണ് ഞാൻ അവിടെ എത്തുന്നത്, വെളുപ്പിന്. അപ്പം വൈകിട്ടായപ്പോൾ ഞാനും ടീമേട്ടനും കൂടെ കോസ്റ്റ്യൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഞാൻ ബ്ലാക്കാണ് ഇടുന്നത്, പുള്ളിയും ബ്ലാക്ക് ഇടണോ? അപ്പോൾ ടീമേട്ടൻ പറഞ്ഞു നമുക്ക് ബ്ലാക്ക് ഇടാം, ഞാനും ബ്ലാക്ക് തന്നെ ആയിരിക്കും. നോക്കിയോ പുള്ളി വെള്ള ഇട്ട് വരുക. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ എൻ്റെ വീടത്. അത് ഞാൻ ആ ഷർട്ട് ഇട്ടപ്പോൾ ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും എന്നെ നോക്കുമോ, ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. ഈ കാര്യം ഞാൻ മറന്നിരിക്കുകയാണ്. അതെ അതെ, ആണോ? പക്ഷെ അവിടെ ആ സമയത്ത് പോലീസൊക്കെ ഉണ്ടായിരുന്നു. ആണോ? അപ്പൊ എന്നെന്താ ആണോ? പക്ഷെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് അറിയുന്ന ടീമേട്ട് ഈ കാര്യം അറിഞ്ഞിട്ടാണ് ടീമേട്ടിട്ട് ഷർട്ട് മാറ്റിയത്. അല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തോ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് ആരൊക്കെയോ എന്നോട് പ്രതികരിച്ചെന്ന് നോക്കി. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, എന്നോട് ആരും പറഞ്ഞില്ല. ആ ഷോപ്പിൻ്റെ ഓണർ ചേച്ചിയെ പറഞ്ഞ് കുറച്ച് മുന്നേ വരെ ഇവിടെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്ന ടൈമിലുണ്ടായിരുന്നു, അവരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും നോക്കുന്നതെന്ന്. പിന്നെയാണ് കാര്യം മനസ്സിലായി. പക്ഷെ ആരും എന്നോട് പ്രതികരിച്ചില്ല. ഇല്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നും എന്തെങ്കിലുമൊക്കെ പറയേണ്ടതല്ലേ, എന്താ ബ്ലാക്ക് ഡ്രസ്സ് ഇടണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആയിരിക്കും, ഒരുപാട് പേര് കാണുന്നുണ്ട്. ഞാൻ പോകുന്നിടത്തേക്ക് പോലീസുകാരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ. അവരൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ സ്റ്റാർ മാജിക് കാണാറുണ്ട്. പിന്നെ അന്ന് ഒരു ബൈക്ക് തന്നില്ല, മറ്റേ രണ്ടുപേരുടെയും കല്യാണക്കാര്യം പറഞ്ഞില്ല, അഭിനീഷേട്ടനും അനുമോളും. അത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് നിങ്ങൾ രണ്ടുപേരും കല്യാണം എന്നുള്ള കമന്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? അയ്യോ ബിനീഷേട്ടന് ഞാനും അല്ല, ബിനീഷേട്ടൻ വേറൊരു പെൺകുട്ടിയായിട്ടാണ് കല്യാണമായിട്ടിരിക്കുന്നത്. ബിനീഷേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനാണ്, അതൊന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് ചിലരുടെ എന്താ പറയണ്ടേ, മനസ്സിന്റെ കുഴപ്പമാണ്. അത് ചിലപ്പോൾ അതെന്താ പ്രശ്നം എന്നറിയാവോ, ഈ ആ ഒരു ന്യൂസ് കൊടുക്കുന്ന മീഡിയക്കാരുണ്ടല്ലോ, അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ വേറെ എന്തെങ്കിലും ആയിരിക്കും. അതെ അതെ, അതായിരിക്കും കാരണം. ചില ആൾക്കാർ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാണ്ട് അല്ലെങ്കിൽ വീഡിയോ ഫുള്ളും കാണാതെ ആയിരിക്കും ആ ഒരു ക്യാപ്ഷൻ മാത്രം വായിച്ച് നോക്കിയിട്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന്. ഇപ്പം ഞാനാണെങ്കിൽ പോലും പെട്ടെന്നൊരു എനിക്കറിയാം ഇതൊക്കെ വെറും ഫേക്കാണെന്നുള്ള കാര്യം. നമ്മൾ ന്യൂസുകളും കാണുമ്പോൾ ഫേക്കാണെന്ന് അറിയാൻ പറ്റും. പക്ഷേ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചേച്ചി അമ്മമാരും അച്ഛന്മാരൊക്കെ അവരൊക്കെ പെട്ടെന്ന് വിചാരിക്കുന്ന പറഞ്ഞാൽ അതെന്നേ വിചാരിക്കും, ഒരു ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകത്തില്ല. ആണോ? താങ്ക് യു. ആയിരിക്കും, കുഴപ്പമില്ല. നമ്മൾ ഇതൊക്കെ എന്താ എപ്പോഴും കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പം ഈ മാസം എനിക്ക് നല്ല ഇനാഗ്രേഷനാണ്. ഈ മാസം ഇനിയിപ്പോൾ 30-ആം തീയതി പ്രോഗ്രാമുണ്ട്. അതെന്തോ എനിക്കറിയില്ല, എന്തൊരു ഭാഗ്യം. അതെടുത്തിടരുതേ ദൈവം ചെയ്ത്. ഞാൻ ഏത് ഇനാഘോഷത്തിന് പോയാലും ഹണി ചേച്ചിയുടെ പേര് എടുത്തിടരുതെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥന. ആരെങ്കിലും എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ഒരു പേര് വന്നാൽ മതി. എന്തായാലും ഏതെങ്കിലും ഒരു മീഡിയയിൽ ഒരു ക്യാപ്ഷൻ കാണും, ഹണി റോസിനെ ഒന്ന് വെല്ലുവിളി അങ്ങനെയൊക്കെ. അതൊക്കെ എന്തിനാ അങ്ങനെ ഇടുന്നത്? അവരെന്നെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നു വരുന്നു അല്ലേ, അങ്ങനെയല്ലേ, ഇഷ്ടം കൊണ്ടല്ലേ വിളിച്ചേ. അതെ. ഇന്നലെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അച്ഛന് ഞാൻ സർപ്രൈസായിട്ട് കേക്ക് ഞാൻ വീട്ടിൽ 12 മണിക്ക് എത്തിച്ചു. ഇപ്പം ഇന്ന് ചെന്നിട്ട് ഇന്നാണ് ശരിക്കും ഞാൻ വീട്ടിൽ പോയതിനു ശേഷം ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയൂല. അച്ഛന് ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അച്ഛന് എന്താ പറയുക അങ്ങനെയൊക്കെ. അത് സർപ്രൈസാണ്. കോസ്റ്റ്യൂം പെട്ടെന്ന് ഡീനേറ പൊട്ടിക്കാണ് കോസ്റ്റ്യൂം. അതും ഇന്നലെ രാത്രി KSRTC ബസ്സിൽ അവർ കൊറിയർ കൊടുത്തു വിട്ടതാണ്. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയത്.
എങ്ങനെയുണ്ട്? പക്ഷെ കറുപ്പാണ് നല്ലത്. എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം. ചേരുന്നത് എല്ലാവർക്കും ബ്ലാക്കാണ് ഇഷ്ടം. പോസ്റ്ററിലൊക്കെ ഉണ്ടല്ലേ കറുപ്പ് രസം. അത് നമ്മൾ മറ്റേ തിരുവല്ലയിലുള്ള അല്ലേ? കൊള്ളാല്ലേ? വെറൈറ്റി കോസ്റ്റ്യൂം. ഇപ്പോൾ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞു ആദ്യം സോഷ്യൽ മീഡിയനെ അറിയിക്കുമെന്ന് പറഞ്ഞു. അതെ, ശരിക്കും പറഞ്ഞോ? ആ കല്യാണം ആകുമ്പോൾ സോഷ്യൽ മീഡിയ അറിയിക്കും. ഉള്ളത് പറഞ്ഞോ? ആ ഉള്ളതാ. എന്ത് ന്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബർത്ത്ഡേ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കും. ഇനാഗ്രേഷൻ ആണെങ്കിൽ അതല്ലേ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാവരും വരുന്നത് തന്നെ. അതുപോലെ എനിക്ക് കല്യാണം ആയി കഴിഞ്ഞാലും ഞാൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ അറിയിച്ചിട്ടേ ഞാൻ എൻ്റെ ബന്ധുക്കളെ അറിയിക്കും. ഉറപ്പായിട്ടും വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ വരുമല്ലോ. ആ ഞാൻ എവിടെ പോയാലും ഏതൊരു കുഞ്ഞു ഷോപ്പിൻ്റെ വലിയ പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത കുറേ ഷോപ്പുകൾ കാണും. അവർക്ക് അത്രയ്ക്കുള്ളൊരു സാഹചര്യം കാണുള്ളൂ. അപ്പോൾ എന്നാൽ പോലും ആ പുള്ളി ഉണ്ടല്ലോ ഇവിടെ ആ ഒരു മീഡിയ ചേട്ടൻ കാണുമോ അവിടെ? ആ ഒരു പുള്ളി അവിടെ മസ്റ്റായിട്ടും കാണും. ഇന്ന് ഞാൻ ഫസ്റ്റ് കണ്ടത് പുള്ളിയാണ്. ഇനി എന്തോ ഒരു പോസിറ്റീവ് എനർജി ആയി പുള്ളി കാണുമ്പോൾ. മാസ്ക് മാറ്റത്തില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഏതെങ്കിലും ഒരു മിനിറ്റ് ഞാൻ കണ്ടുപിടിച്ചോളാം. എവിടെ പോയാലും കാണും പുള്ളി. ചേട്ടാ എന്നെ അത് എനിക്ക് സൗണ്ട് അറിഞ്ഞില്ല. ജനാർദ്ദനൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ചുമ്മാ നമ്മളെ സ്റ്റാർ മാജിക്കിലെ ചേട്ടന്മാരൊക്കെ ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഗേൾസിൻ്റെ സൈഡിൽ ചുമ്മെങ്കിലും വെറുതെ ഒന്ന് എടുത്തിട്ടാണ്. എന്നാലും പറയാം ഹോ പട്ടച്ചാര എല്ലാവരും ചിരിക്കും. സൗണ്ട് എനിക്ക് ചുമ ഒന്നുകൂടെ. പട്ടച്ചാര വെട്ടി കൊട്ടാരം നശിപ്പിച്ചു അല്ലേ? ഹോ പട്ടച്ചാര വെട്ടി കൊട്ടാരം നശിപ്പിച്ചു. കിട്ടണ്ട പോവണം, അവിടെ നിന്ന് മേടിച്ചോ.